പാലക്കാട് അനാർക്കലിയുടെ തന്നെ ഓഫർ സെയിലിന്റെ പാർട്ട് 2 എന്ന് പറയാം കേട്ടോ. 999 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ റേറ്റിലേക്കാണ് നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പം എല്ലാം പാറ്റേണും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇതിന്റെ പ്രിൻസസ് കട്ട് പാറ്റേൺ വന്നിട്ട് കോളർ നെക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡ് പോർഷനിലേക്കായിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. താഴെ ഹെം ലൈനിലേക്കും സെയിം പാച്ച് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ നമ്മൾ ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള പല ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസിലേക്കും കൂടെ കൊണ്ടുവന്നേക്കുന്ന അനാർക്കലീസ് ആട്ടോ. അപ്പോൾ ഇത് വന്നേക്കുന്നത് ഒരു ബ്ലൂ കളറിലെ ബേസ് ഫാബ്രിക് ആണ്. അതിനകത്തേക്ക് ബ്രിക്ക് ആൻഡ് ഒരു ചിക്കു കളറിലെ കോമ്പിനേഷനിലേക്ക് പ്രിന്റുകൾ വന്നേക്കുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് റയോൺ ഫാബ്രിക് ആട്ടോ. നമ്മളെ കുറച്ച് കോട്ടണും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു റയോൺ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈൻ ചെയ്ത പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഈ ഒരു രീതിയിലേക്ക്. ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചും കൂടെ ഉണ്ട്. ഇതിനകത്തേക്ക് വരുന്നത് ഒരു പീകോക്ക് ബ്ലൂ കളറിലെ ഫ്ലോറൽ പ്രിന്റുകളാണ് വന്നേക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ഈ വരുന്നത്. അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളറിലേക്ക്, നമുക്ക് ചിലപ്പോൾ ഇത് ക്ലോസ് വ്യൂവിനകത്ത് ഇത് കാണാമായിരിക്കും. ഗ്രീൻ കളറിലെ ഒരു പ്രിന്റുകൾ അതിനകത്തേക്ക് മെയിനായിട്ടും വന്നേക്കുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെ. പ്രൈസ് നമ്മൾ വന്നേക്കുന്നത് 999 ആട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബ്രിക്ക് കളറിലേക്കാണ്. ഇതിൻ്റെ താഴേക്ക് ബോർഡേഴ്സ് ഇല്ലാതെയാണ് വരുന്നത്. ഇങ്ങനെയാട്ടോ. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഈ ഒരു രീതിയിലേക്ക്. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ്, മീൻസ് പ്രിന്റിനകത്ത് ഡിഫറൻസ് ഉള്ളൂ. സെയിം പാറ്റേൺ, യോക്കൊക്കെ സെയിം ആയിട്ട് തന്നെ കൊടുത്തേക്കുന്നത്. ഒരു ഡസ്റ്റി, ഒരു ഇൻഡിഗോ ആൻഡ് ഒരു ലൈറ്റ് ഒരു ബേജ് പോലത്തെ ഒരു കളറിൻ്റെ പ്രിന്റുകൾ വന്നേക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെയാണ് വരുന്നത്. കോളർ നെക്ക് പാറ്റേൺ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഒരു ഡസ്റ്റി ഇൻഡിഗോ അല്ലെ ഒരു നേവി ബ്ലൂ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയും. ഒരു മിഡ് നൈറ്റ് ബ്ലൂ ഇൻഡിഗോ ഒക്കെ മിക്സ് ചെയ്ത് വരുന്നൊരു ഷെയ്ഡ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് അജരക്കിൻ്റെ ബാച്ചാണ് യോക്കിലേക്ക് യൂസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പോൾക്ക ഡോട്ട് വരുന്നതാണ്. ഇതിൻ്റെയും താഴെ ഹെം ലൈനിലേക്കില്ല, യോക്കും സ്ലീവിലേക്കും മാത്രമേ അജ്രക്കിൻ്റെ പാച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. താഴേക്ക് വരുന്നത് ഇതുപോലെ, ബാക്കിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ബ്ലാക്ക് തന്നെയാണ്. ഇതിൻ്റെയും താഴെ ഹെം ലൈനിലേക്ക് വർക്ക് വരുന്നില്ല. യോക്ക് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേണിലേക്ക്, സ്ലീവിലേക്കും വർക്ക് വരുന്നുണ്ട്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഇൻഡിഗോയുടെ തന്നെ. ഇതൊക്കെ നമ്മൾ ഓൺലൈൻ ചെയ്ത പ്രൊഡക്റ്റുകളാണ്. താഴേക്കായിട്ട് ഹെം ലൈനിലേക്കില്ല, ഇങ്ങനെ വരുന്നത്. സ്ലീവിലേക്ക് ഇതിൻ്റെ വർക്ക് വരുന്നില്ല കേട്ടോ. യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഇത് നമ്മൾ ആദ്യമേ കാണിച്ചതിൻ്റെ കേട്ടോ. ഇനി കുറച്ചെണ്ണം കൂടെ വരുന്നുണ്ട് വൈറ്റ് കളറിലേക്ക്. ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം സ്ലിറ്റഡ് ചെയ്തതിൻ്റെ യോക്കിലേക്കൊക്കെ വെച്ചേക്കുന്ന സെയിം ഫാബ്രിക്കാണ്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഈ ഒരു രീതിയിലേക്ക്. ഇതിൻ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോക്കിലേക്കാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് തന്നെയാണ് വന്നേക്കുന്നത്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് വൺ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡസ്റ്റി ഒരു നേവി ബ്ലൂ ഷെയ്ഡിലേക്ക് ഒത്തിരി ബ്രൈറ്റ് അല്ലാത്ത ഒരു പ്രിന്റുകൾ വരുന്ന രീതിയിലേക്ക്. ബ്രൈറ്റ് ഇൻഡിഗോ ആണ്, ബ്രൈറ്റ് റെഡാണ് അജ്രക്കിൻ്റെ പാച്ച് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഇൻഡിഗോ പ്രിന്റുകളാണ്. ഒരു ബ്രിക്ക് റെഡിൻ്റെ അജ്രക്കിൻ്റെ പാച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാട്ടോ. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഈ ഒരു കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കി കൊണ്ടുവന്നേക്കുന്ന അനാർക്കലി കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ട്സ് നിങ്ങൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫോൾഡഡ് രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ അത് വെബ്സൈറ്റിൽ കാണുന്നത്. അപ്പം ഈ പ്രിൻറ്റ് നിങ്ങൾ കാണുമ്പോൾ അങ്ങനെ മനസ്സിലാക്കി എടുക്കുക. ഇനി വേണമെങ്കിൽ നമ്മൾ അതിനെ ഒരു കാര്യം ചെയ്തേക്കാം, ഈ ഒരു രീതിയിലേക്കും കൊണ്ടുള്ളൊരു ഫോട്ടോയും കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കസ്റ്റമർ കെയറിൽ വിളിച്ച് നിങ്ങൾ ചോദിച്ചിട്ട് സൈസൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കേട്ടോ.